എന്നാണ് UDF പറയുന്നത്. എന്താണ് അതിനുള്ള ഒരു പ്രതികരണം? ഇത്തവണ 100 സീറ്റ് എങ്ങനെയാണ് അവരത് പറയുന്നതെന്ന് അറിയില്ല. എന്താണ് അവരുടെ കയ്യിൽ ഈ 100 സീറ്റ് കിട്ടാൻ മാത്രം പ്രചരിപ്പിക്കാനുള്ളത്? അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ ദ്രോഹിക്കുമ്പോൾ ഒരക്ഷരം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് അവർ സംസാരിച്ചു ഇന്ന് വരെയില്ല. ഇപ്പോൾ NREG അന്ന് ഞങ്ങൾ ഒന്നാം UPA ഗവൺമെൻറ്റിന് പിന്തുണ കൊടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ. മുഖ്യമന്ത്രി കുപ്പായവും തുന്നിയിട്ട് ശൈലജ ഇറങ്ങിയിരിക്കുകയാ. വി സതീശൻ ആവർത്തിച്ച് 100 സീറ്റ് എന്ന് വിളിച്ചു പറയുമ്പോൾ വല്ലാതെ പ്രകോപിതയാവുന്നുണ്ട് KK ശൈലജ. ശൈലജ ചോദിക്കുന്നത്, എനിക്ക് മനസ്സിലാവാത്തത് എന്ത് കയ്യിലുണ്ടായിട്ടാണ് അവരിത് പറയുന്നത് എന്നാ. ഞങ്ങളുടെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് ശൈലജ, അത് നിങ്ങൾക്കറിയില്ലേ? എന്തുണ്ടായിട്ടാ വടകരയിൽ 1,14,506 വോട്ടിന് ഷാഫി പറമ്പിലിനോട് തോറ്റു തുന്നം പാറിയത് എന്ന് ഓർക്കുന്നുണ്ടോ? എന്തുണ്ടായിട്ടാ? എന്തുകൊണ്ടാ ഷാഫി പറമ്പിൽ 1,14,506 വോട്ടുകൾക്ക് വടകരയിൽ വിജയിച്ചു കയറിയത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നാൽ ശൈലജക്കറിയാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. എന്താണത്? UDFന്റെ ആയുധം എന്ന് പറയുന്നത് പിണറായി വിജയൻ 10 കൊല്ലം ഭരിച്ചു എന്നുള്ളതാണ്. ഇത് മാത്രം മതി, മറ്റൊന്നും വേണ്ട. 100 അല്ല 100-ലധികം സീറ്റുകളിലേക്ക് UDFന് കടന്നു കയറാൻ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകളിലേക്ക് UDFന് നടന്നു കയറാൻ 10 വർഷം പിണറായി വിജയൻ ഭരിച്ചു എന്നുള്ളത് മാത്രം മതി. അത് മാത്രം ധാരാളം. ആ 10 വർഷത്തെ പിണറായി വിജയന്റെ ഭൂലോക തോൽവികള്, കഴിവുകേടുകള്, കാലനക്കലുകള്, കൂട്ടിക്കൊടുപ്പുകള്, പൊളിറ്റിക്കൽ പിമ്പിങ്, ഇഷ്ടദാനം കൊടുക്കല്, സംഘപരിവാറിന്റെ ഏജന്റായി പ്രവർത്തിക്കല്, അങ്ങനെ തുടങ്ങി അയ്യന്റെ പൊന്ന് കെട്ടതിൽ അവസാനിച്ചു നിൽക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന തൈക്കണ്ടി വിജയന്റെ ഭൂലോക തോൽവികള്. ഈ തോൽവികളായിട്ടുള്ള പിണറായി വിജയനെ മാത്രം ഇങ്ങനെ വരച്ച് കാട്ടിയാൽ മതി കേരളത്തിന്റെ പൊതുസമൂഹത്തോട്. ഇതാണ് ആയുധം. ആ ആയുധം എന്താണെന്ന് ശൈലജക്ക് അറിയാനിട്ടല്ല, ശൈലജക്ക് ഇത് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്താണുള്ളതെന്ന് പറയാൻ എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞിട്ട് ശൈലജ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ UDF മിണ്ടിയില്ല എന്നാണ്. എന്നാ ശൈലജക്ക് 10 വർഷം ഭരിച്ചിട്ട് പിണറായി വിജയൻ അത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു, ഞങ്ങൾ അത് ചെയ്തു, ഞങ്ങൾ ഈ നേട്ടങ്ങൾ ഉണ്ടാക്കി, ഞങ്ങൾ ആ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് പറയാൻ ശൈലജയ്ക്ക് കഴിയുന്നില്ല. ആ ശൈലജ ഒരു മുഖ്യമന്ത്രി കുപ്പായം കൂടി തുന്നിയിട്ടുകൊണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടിരുന്നത്. പണ്ട് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും ഇതുപോലെ ശൈലജ ഒരു കുപ്പായം തുന്നിയിട്ടതാ. അത് MP-യുടെ കുപ്പായമായിരുന്നു, മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന കുപ്പായമായിരുന്നു. ആ കുപ്പായം തുന്നിയിട്ടു എന്ന് മാത്രമല്ല, ഡൽഹിയിൽ ഒരു ഫ്ലാറ്റും വാങ്ങിച്ചു വെച്ചു താമസിക്കാൻ. MP-മാർക്കുള്ള ഹോസ്റ്റലൊന്നും പോരാ എനിക്ക് ഞാൻ ലോകമറിയുന്ന ആഗോള വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് ഡൽഹിയിൽ പോയാൽ താമസിക്കാൻ പ്രത്യേകം ഫ്ലാറ്റ് വേണം. ഫ്ലാറ്റൊക്കെ വാങ്ങി. പക്ഷേ പെട്ടി തുറന്ന് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ശൈലജ പൊട്ടി, 8 നിലയിൽ പൊട്ടി. ഷാഫി പറമ്പിൽ അടിച്ച് മൂലക്കിരുത്തി. വടകരയിലെ ജനം ശൈലജയോട് പറഞ്ഞു, ഹേ ശൈലജ, ഇനി എവിടെ? ഡൽഹിക്ക് പോകാറായിട്ടില്ല എന്ന് വടകരയിലെ ജനം ശൈലജയോട് പറഞ്ഞു. ശൈലജ ഇരി, അവിടെ ഇരി എന്ന് വടകരയിലെ ജനം പറഞ്ഞു. അപ്പോൾ എന്നിട്ട് വീണ്ടും ശൈലജ ചോദിക്കുക, എന്താണ് അവരുടെ കയ്യിലുള്ള ആയുധമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശൈലജക്ക് മനസ്സിലാവില്ല. കാരണം എന്താ? ശൈലജക്ക് 2024 വടകരയിലെ തോൽവി, ആ തോൽവിക്ക് ശേഷം ശൈലജ ചിന്തിക്കാറില്ല. ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു 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 അനുകൂലമായ ഒരു മനസ്സ് വേണം, ഒരു ശാന്തമായ മനോനില വേണം, മനസ്സ് വേണം. അതില്ലെങ്കിൽ പിന്നെ എങ്ങനെ ചിന്തിക്കാൻ കഴിയും? ആ പെട്ടി തുറന്ന് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അന്ന് 8 നിലയിൽ പൊട്ടിയത് മുതൽ ഉറക്കം നഷ്ടപ്പെട്ടതാണ് ശൈലജയുടേത്. എല്ലാ അർത്ഥത്തിലും ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഉറക്കമില്ലാതായി കഴിഞ്ഞാൽ എന്താവും? ഉറക്കമില്ലാതായാൽ മെൻ്റൽ ഹെൽത്തിനെ അത് വല്ലാതെ ബാധിക്കും. നമ്മൾക്ക് വല്ലാത്ത സ്ട്രെസ് ഉണ്ടാവും. അങ്ങനെ ഒരു ഘട്ടത്തിലൂടെയാണ് ശൈലജ കടന്നു പോകുന്നത്. അപ്പോൾ പിന്നെ ശൈലജക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? ഇനിയിപ്പോൾ അതും വേണ്ട. ഈ 2025 ഡിസംബർ 13 പുറത്തു വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ, ആ ഫലങ്ങളെക്കുറിച്ചൊന്ന് പഠിച്ചാൽ മാത്രം മതി.
ശൈലജയ്ക്ക് എന്താണ് UDFന്റെ കയ്യിലെ ആയുധമെന്ന് ഞാൻ പറഞ്ഞില്ലേ. UDFന്റെ കയ്യിലെ ആയുധം 10 വർഷം പിണറായി വിജയൻ ഭരിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ആയുധം. ആ ഭരണത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന തൈക്കണ്ടി വിജയൻ ഭൂലോക തോൽവിയായി എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് RSSന്റെ കാല് നക്കി കൊടുത്തു എന്നുള്ളതാണ്, കുണ്ടി നക്കി കൊടുത്തു എന്നുള്ളതാണ്. അവിടെയും അത് കഴിഞ്ഞിട്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വർഗീയ വിഷജന്തുവിനെ തോളിലിരുത്തി തൂറിയവനെ പേറിയവനും നാറുമെന്ന് പറയുന്നത് പോലെ ആ തൂറിക്കൊണ്ടിരിക്കുന്ന വയറ്റിളക്കം പിടിച്ചു പോയ തൂറിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെയും പേറിക്കൊണ്ട് പിണറായി വിജയൻ നടക്കുന്നു. ഇതിനൊക്കെ പുറമെ സാധാരണക്കാരായ ജനങ്ങളുടെ വയറ്റത്തടിച്ച അവരുടെ കഞ്ഞികുടി മുട്ടിച്ച വെള്ളാപ്പള്ളി നടേശന്റെയും പിണറായി വിജയന്റെയും സഖാക്കളുടെയും ഓരോ കാര്യങ്ങൾ ഇനി ഇവിടെയും അവസാനിക്കുമോ? ഇല്ല. ഇനി അടുത്ത കാര്യം എന്താണ്? അത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളുടെ അവരുടെ മനസ്സുകളിൽ അത്രയധികം അവർ സ്ഥാനം നൽകിയ അയ്യന്റെ പൊന്ന് കട്ടത് സഖാക്കളാണ് എന്നുള്ള കാര്യം. ഇതൊക്കെ പോരെ ശൈലജയെ UDFന് ആയുധമായിട്ട്? മതിയെന്നേ. ഈ ആയുധങ്ങളൊക്കെ ഒന്ന് നിരത്തി വെച്ചങ്ങ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ 100 അല്ല 100ക്കും മേലെ നല്ല മേനി വിളവ് കൊയ്യാൻ UDFന് സാധിക്കും. ശൈലജ കുപ്പായം തയ്ച്ചിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രിയുടെ കുപ്പായം ശൈലജ തയ്ച്ചു വെച്ചിട്ട് കാര്യമില്ല. അതിട്ട് നടന്നതിനെ കൊണ്ടും കാര്യമില്ല. PR വർക്കുകളെ കൊണ്ടോ മാധ്യമ സിൻഡിക്കേറ്റുകളെ കൊണ്ടോ ഒന്നും തകർത്തെറിയാൻ കഴിയില്ല. ഇത് ജനം കരുതി വെച്ചതാണ്, ജനം തീരുമാനിച്ചുറപ്പിച്ചതാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന അഹങ്കാരിയെ, ധാർഷ്ട്യക്കാരനെ, അതിലുപരി RSSന്റെ ഏജന്റിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് എടുത്തെറിയണമെന്നുള്ളത് കേരളത്തിന്റെ ജനം കണക്ക് കൂട്ടിയതാണ്. അയ്യന്റെ പൊന്നുകെട്ട കള്ളന്മാർക്ക് കഞ്ഞി വെച്ചവനാണ് പിണറായി വിജയൻ. അവർക്ക് ഇപ്പോഴും കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുന്നതും പിണറായി വിജയൻ തന്നെയാണ്. ആ അയ്യന്റെ പൊന്നുകെട്ട കള്ളന്മാരായ സഖാക്കളെ കേരളത്തിലെ ജനം ഇനി വെച്ച് പൊറുപ്പിക്കില്ല ശൈലജേ എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ശൈലജയ്ക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന് ചോദിച്ചാൽ, മനസ്സിലാകണമെങ്കിൽ ഒന്ന് ഇരുന്ന് ചിന്തിക്കണം, ഒന്ന് ഇരുത്തി ചിന്തിക്കണം. അത് ചിന്തിക്കാനുള്ള സമയം ശൈലജയ്ക്കില്ല, അത് ചിന്തിക്കാനുള്ള മനോനിലയും ശൈലജയ്ക്കില്ല. കാരണം വടകരയിലേറ്റത് അത്രമാത്രം മുറിവേൽപ്പിക്കുന്ന ഒരു പരാജയമായിരുന്നു എന്നുള്ളതാണ്. ആ പരാജയത്തിൽ നിന്ന് ശൈലജ ഇപ്പോഴും മുക്തി നേടിയിട്ടില്ല. അതിനപ്പുറം ഈ സ്ത്രീ എന്ന് പറയുന്നത് മഹാഫ്രോഡാണ് ഈ സ്ത്രീ. പക്കാ ഫ്രോഡ് സ്ത്രീയാണ്. സ്ത്രീ എന്ന് പറയാൻ അർഹതപ്പെട്ടവരല്ല. ഒരു ജീവി, അത്രേ, ഒരു ജീവി. ആ ജീവി എന്ന് പറയുമ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ സമൂഹത്തിന് തന്നെ അപമാനകരമാകും. ശൈലജ ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞാൽ പാലത്തായിലെ 9 വയസ്സുകാരിയായ പിഞ്ചു കുഞ്ഞിനോട് ഒരിറ്റ് ദയ കാണിക്കാതെ RSSകാരൻ്റെ സംഘ് പരിവാറുകാരൻ്റെ മൂട് താങ്ങിയായി മാറിയ ശൈലജയാണ് ഈ കുരച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറയുന്നത്, മഹാഫ്രോഡാണ്. മന്ത്രി കസേരയിൽ ഇരുന്നിട്ടും ആ പിഞ്ചു കുഞ്ഞിനോട് ഒരിറ്റ് ദയ ഈ ശൈലജ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ശൈലജയെ സ്ത്രീയായി കണക്കാക്കാൻ സാധിക്കില്ല. ഒരു ജീവി. അങ്ങനെ കുറേ ജീവികൾ ഈ പ്രപഞ്ചത്തിലുണ്ടല്ലേ. ഈ പ്രപഞ്ചത്തിലെ അനേകായിരം കോടാനുകോടി ജീവജാലങ്ങളിൽ ഒരു ജീവി മാത്രം സ്ത്രീ എന്ന് പറയാൻ സാധിക്കില്ല. അത് സ്ത്രീ സമൂഹത്തെ അപമാനിക്കലായി മാറുമെന്നുള്ളതാണ്. ആ ശൈലജ മുഖ്യമന്ത്രി കുപ്പായം തുന്നിയിട്ട് നടക്കണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ. 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പ് കാലത്തിലും ഈ പറയുന്ന ശൈലജ ഒരു മുഖ്യമന്ത്രി കുപ്പായം തുന്നിയിട്ട് PR വർക്കൊക്കെ നടത്തി വേണ്ടുവോളം ആസ്വദിച്ച് നടന്നതാ. പക്ഷേ അധികാരം കിട്ടിയപ്പോൾ ആദ്യം അടിച്ച് മൂലക്കിരുത്തിയത് പിണറായി വിജയൻ ഈ KK ശൈലജയെ അടിച്ച് മൂലക്കിരുത്തി. ആഗോള വ്യക്തിത്വമെന്ന് സഖാക്കൾ കൊട്ടിഘോഷിച്ച് കൊണ്ട് നടന്ന ശൈലജയെ, മന്ത്രിസ്ഥാനമുണ്ടായിരുന്ന ശൈലജയെ 2ാമത് മന്ത്രിയാക്കാൻ പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല. ഇരിക്കുമൂലക്കവിടെ എന്ന് ആദ്യം പിണറായി വിജയൻ പറഞ്ഞു. പിന്നെ ഡൽഹിക്ക് വണ്ടി കയറാൻ വടകരയിൽ വന്നപ്പോൾ വടകരയിലെ ജനത ഒന്നടങ്കം പറഞ്ഞു ഇരിക്കവിടെ. ആയിട്ടില്ല.
RSSകാരൻ്റെ കാല് നക്കാൻ വേണ്ടി ഡൽഹിക്ക് പോകാൻ തീരുമാനിച്ചതാ. ശൈലജ ഡൽഹിക്ക് പോയിരുന്നെങ്കിൽ ബ്രിട്ടാസിന് പകരം പാലമാകേണ്ടിയിരുന്നത് ശൈലജയായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു അവസരം ശൈലജക്കുണ്ടായില്ല. അതുകൊണ്ട് പകരം ബ്രിട്ടാസിനെ പാലമാക്കി എന്നുള്ളതാണ്. ആ ശൈലജ വന്നിട്ട് ചോദിക്കുക, എന്താണ് UDF ഇത്രമാത്രം മനസ്സിലാകാതിരിക്കുവാനുള്ള കാര്യങ്ങൾ അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ശൈലജയ്ക്ക് മനസ്സിലാവാതിരുന്നാലും കേരളത്തിലെ പ്രബുദ്ധരായ ജനത്തിന് മനസ്സിലാവുന്നുണ്ട്. ആ 100 സീറ്റിലേക്ക് UDF നടന്നു കയറുമെന്നുള്ള കാര്യത്തിൽ ശൈലജയ്ക്ക് തർക്കങ്ങളൊന്നും വേണ്ട. മനസ്സിലായില്ലേ? ശൈലജ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ശൈലജ വടകരയിൽ തോറ്റു എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. 1,14,506 വോട്ടിന് ഷാഫി പറമ്പിലിനോട് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ശൈലജ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ മാത്രം മതി. മനസ്സിലാകും എന്താണ് കാര്യമെന്നുള്ളത്. ഒന്ന് ഇരുത്തി ചിന്തിക്കുക, എന്തുകൊണ്ട് ഷാഫി പറമ്പിലിനോട് 8 നിലയിൽ പൊട്ടി. അത് ചിന്തിച്ച് മനസ്സിലാക്കിയാൽ ശൈലജയ്ക്ക് മനസ്സിലാകും UDFന് 100 ലഭിക്കുക, അതോ 100ൻ്റെ മുകളിലാണോ പോവുക എന്നുള്ള കാര്യം ശൈലജയ്ക്ക് വ്യക്തമായി മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് ശൈലജ വല്ലാതെ അങ്ങ് അമിത ആത്മവിശ്വാസവും പ്രതീക്ഷയും ഒന്നും വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ എങ്ങനെയാണോ വടകരയിൽ പൊട്ടിയത് അതുപോലെ UDFന് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 അല്ല 100ക്കും മേലെ, അതുക്കും മേലെ എന്നുള്ള ഒരു ഫിഗറിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളത് ശൈലജയ്ക്ക് ബോധ്യമാകും. അപ്പോൾ ശൈലജയ്ക്ക് മനസ്സിലാകും എന്തായിരുന്നു UDFൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം, എന്തുകൊണ്ടാണ് അവർ 100 കിട്ടുമെന്ന് പറഞ്ഞത് എന്നുള്ളത് അപ്പോൾ ശൈലജയ്ക്ക് മനസ്സിലാവും.